ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? CPM അവസാനം അവരുടെ സംസ്ഥാന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളിയുടെ വർഗീയത പ്രതിരോധിച്ചില്ല, തോൽക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി അത് എടുത്തു പറഞ്ഞിരിക്കുന്നു. രസകരമാണ്. ആ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. യഥാർത്ഥത്തിൽ ശ്രീ പിണറായി വിജയൻ അവർ പണ്ട് കേരളത്തിന്റെ പ്രവീൺ തൊഗാഡിയ എന്ന് വിളിച്ച ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഹിന്ദുത്വ വർഗീയത, ഹിന്ദു വർഗീയതയല്ല, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇതെല്ലാം മഹത്തരമായ ദർശനങ്ങളാണ്. പക്ഷെ ഹിന്ദുത്വ ഇസ്ലാമിസം പോലെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഈ രാജ്യത്തിന് അപകടമാണത്. അങ്ങനെ തീവ്ര ഹിന്ദുത്വവും തീവ്ര ഇസ്ലാമിസവും തീവ്ര ക്രിസംഗിവാദവും നമ്മുടെ നാടിനെ നശിപ്പിക്കാതിരിക്കാൻ നമുക്ക് മധ്യമാർഗം വേണം, ഗാന്ധിമാർഗം വേണം, മതസൗഹാർദ്ദം വേണം, സാഹോദര്യം വേണം. നമ്മുടെ മക്കൾ ജീവിക്കേണ്ട നാടാണ്. ശ്രീ VD സതീശൻ ഏറ്റവും നല്ല പറഞ്ഞ് എന്നെ ടച്ച് ചെയ്തതാണ്. നമ്മുടെ മക്കൾ ജീവിക്കേണ്ട നാടാണ്. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ജീവിക്കേണ്ട നാട് ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, ചിലരുടെ ബിസിനസ് വർഗീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കാൻ പാടില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ വെച്ച് പരമാവധി വർഗീയത ഉണ്ടാക്കാനാണ് ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചത്. അതിലൂടെ വീണ്ടും ഭരണത്തിലേറാം, പിണറായി 3.0 വരുമെന്ന് വിചാരിച്ചു. ഇത് തിരിച്ചറിഞ്ഞ കേരള ജനത മത്സരിച്ച് CPMന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം കൊടുക്കുകയും ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാർത്ത ഇങ്ങനെയാണ്. എല്ലാ പ്രധാന മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം ജാതി സമവാക്യങ്ങളും SIR സംവിധാനവും തിരിച്ചടിച്ചതാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട്. ജാതി സമവാക്യങ്ങൾ പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെടാൻ കാരണമായി എന്നും മറ്റും പറയുന്നു. ന്യൂനപക്ഷ വോട്ടുകളിൽ കാര്യമായ കുറവ് 2016-ലും 2021-ലും ലഭിച്ചതുപോലെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുള്ള അധിക വോട്ടുകൾ ഇത്തവണ ലഭിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആൾക്കാർ തോൽപ്പിച്ചു എന്ന് കീഴ്ഘടകം മുതൽ മേൽഘടകം വരെ എല്ലാ ആൾക്കാരും വിമർശിച്ചു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരുപാട് ആൾക്കാർ, ശ്രീ AM ആരിഫ് അടക്കമുള്ള പല ആൾക്കാരും ഇത് തുറന്നു പറഞ്ഞു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ പറയുന്നത് വൃത്തികെട്ട വർഗീയതയാണെന്ന് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. മലപ്പുറത്ത് നിന്നാൽ ശ്വാസം കിട്ടില്ല എന്നും വേറൊരു രാജ്യമായി പോകുന്നു എന്നും ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ, മുസ്ലിം സമൂഹത്തിനെതിരെ കേൾക്കുന്ന ഹിന്ദുവിന് ദേഷ്യം തോന്നുന്ന, കേൾക്കുന്ന നല്ല ഹിന്ദുവിന്, ഹിന്ദുത്വവാദി അല്ലാത്ത നല്ല ഹിന്ദുവിന് ദേഷ്യം തോന്നുന്ന, രാജ്യസ്നേഹമുള്ള ഹിന്ദുവിന് ദേഷ്യം തോന്നുന്ന വൃത്തികെട്ട വർഗീയത പറഞ്ഞിട്ട് അതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും മറ്റും ശ്രീ പിണറായി വിജയൻ അവർ ചെയ്തു. എന്നിട്ട് ഇനിയും KK മഹേഷിന്റെ ജീവനൊടുക്കിയ കേസ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഗുരുതര പരാമർശമുള്ള FIR 3.5 വർഷമായി ഫ്രീസറിൽ. ഈ കേസിന്റെ ഭാവി എന്താവുമെന്ന് എനിക്കറിയില്ല. SNDPയുടെ ഉള്ളിലെ പ്രശ്നമാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഈ FIR അടക്കം മുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ? അദ്ദേഹത്തിന്റെ താല്പര്യം ഏതെങ്കിലും രീതിയിൽ ഈഴവ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈഴവ വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കണം. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ പറഞ്ഞ എല്ലാ ഇഴവരും വോട്ട് ചെയ്യുമെന്നല്ല. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പാതയിൽ പോകുന്നവർ ഒരിക്കലും വർഗീയത പറയാത്തവരാണ്. അവർക്ക് വർഗീയത പറയാൻ പറ്റില്ല. കാര്യം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിച്ച ലോക ഗുരുവാണ്. യേശു ക്രിസ്തുവിനെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെയും ഒക്കെ ഏറ്റവും ആദരവോടെ കണ്ടൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും SNDP എന്ന മഹാപ്രസ്ഥാനത്തിന് ഒരിക്കലും അങ്ങനെ വർഗീയതയിലേക്ക് പോകാൻ കഴിയില്ല. പക്ഷേ വെള്ളാപ്പള്ളി സാർ നമുക്കെല്ലാം അറിയുന്നത് പോലെ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും മറ്റും വേണ്ടി ഒന്നെങ്കിൽ BJP അല്ലെങ്കിൽ CPM, ഇതാണ് വെള്ളാപ്പള്ളി സാറിന്റെ ലൈൻ. എന്നാലേ പുള്ളിയുടെ താല്പര്യങ്ങൾ നടക്കും. അങ്ങനെ മത്സരിച്ച് മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും, വിശിഷ്യ മുസ്ലിം വിരോധം വരുത്താൻ ശ്രമിച്ചു. അതിനെതിരെ കേരള ജനത ഒന്നിച്ച് പോരാടിയതാണ്. ശ്രീ VD സതീശൻ പരമ പന്നനാണ് അടക്കമുള്ള വാക്കുകൾ ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ്? ഒന്നുമില്ല, അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിൽ ഈഴവരോട് ദേഷ്യമാണ് ശ്രീ VD സതീശൻ എന്നൊക്കെ. എന്തർത്ഥത്തിലാണ്? അതായത് മനഃപൂർവ്വം ഒരു ഇരവാദമൊക്കെ കളിച്ച് മുമ്പോട്ട് വരാൻ നോക്കിയതാണ്. പക്ഷേ അതിശക്തമായ രീതിയിൽ കേരളത്തിലെ ജനത അതിന് മറുപടി കൊടുത്തു എന്നുള്ളതാണ് സത്യം. ഇനിയും അതിശക്തമായ രീതിയിൽ പഴയ കേസുകളൊക്കെ വരും. ശ്രീ സുധീരൻ അടക്കം ഇതിലേക്ക് വരുന്നു. എനിക്കറിയില്ല, ആരെയും വേട്ടയാടുന്നതിനെ കുറിച്ച് എനിക്ക് യോജിപ്പില്ല. പക്ഷെ പ്രശ്നം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറ് പറയുന്ന വർഗീയത CPM പ്രതിരോധിച്ചില്ല എന്നുള്ളതാണ്. CPMന്റെ മതേതരത്വം ഇത്രയൊക്കെ ഉള്ളൂ. CPMന് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള നമ്പറുകളാണ് അതൊക്കെ. ജനുവിനായ മതസൗഹാർദ്ദത്തിലും മറ്റൊന്നും വലിയ താല്പര്യം അവർക്ക് ഉണ്ടായിട്ടല്ല. അപ്പൊ ഏതെങ്കിലും രീതിയിൽ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ സമുദായങ്ങളെ പരസ്പരം തമ്മിക്കുകയും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയുമാണ് CPMും ശ്രീ പിണറായി വിജയൻ അവർകളും ശ്രമിച്ചത്. പക്ഷെ അത് പാളിപ്പോയി പരാജയപ്പെട്ടു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അയ്യപ്പ സംഗമം അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് നായർ, ഈഴവ, പുലയ വിഭാഗങ്ങൾ തങ്ങളുടെ കൂടെ ഉണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രീ പിണറായി വിജയനൊക്കെ ശ്രമിച്ചു. അത് കാര്യമായി പാളി എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ അത് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? അത് സംഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ സത്യം തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന് കേരളത്തിലെ ജനതയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. അങ്ങനെ അവസാനം
കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ഇനി CPM-ലെ സഖാക്കളോടും SFI-യിലും DFI-യിലും ഒക്കെ ഉള്ള ആൾക്കാരോടാണ്, നിങ്ങളുടെ നേതാക്കൾ യാതൊരു മടിയും മയവും ഇല്ലാതെ വർഗീയതയോട് സന്ധി ചെയ്യുകയും വിദ്വേഷ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യുകയും മറ്റും ചെയ്യും. സാമുദായികത അല്ല വർഗീയത, സ്വസമുദായ സ്നേഹമാണ് സാമുദായികത. അന്യ സമുദായ വിദ്വേഷമാണ് വർഗീയത. സാമുദായികത എന്ന് പറഞ്ഞാൽ സ്വന്തം സമുദായത്തോടുള്ള സ്നേഹമാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ അന്യ സമുദായത്തോടുള്ള വിദ്വേഷമാണ്, വിരോധമാണ്. അതാണ് വെള്ളാപ്പള്ളി സാർ പറഞ്ഞിരുന്നത്. അതിന്റെ പിന്നിലൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട്. ഹിന്ദു ആത്മീയ ശൂന്യത, ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉള്ളതുപോലെ ഹിന്ദുക്കൾക്ക് ഒരു ശനിയാഴ്ച ഇല്ല, കൺസോൾഡേറ്റ് ചെയ്യാൻ ഒരു പോയിന്റ് ഇല്ല, അതുകൊണ്ട് ഒരു ശത്രുവിനെ വേണം. അപ്പോൾ ആ നമ്പർ ആയിരുന്നു, തീവ്ര ഹിന്ദുത്വ നമ്പർ ആയിരുന്നു ശ്രീ പിണറായി വിജയൻ ഇടാൻ ശ്രമിച്ചത്. എന്നിട്ട് BJP-യുടെ വോട്ടും കൂടെ പരമാവധി തങ്ങളിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ പിണറായി 3.0. ചില തീവ്ര ഹിന്ദുത്വ ആൾക്കാർ പിണറായി വിജയൻ വീണ്ടും വരണമെന്നൊക്കെ ആഗ്രഹിച്ച കാര്യം തുറന്നു പറയുകയും ചെയ്തു. പിണറായി വിജയൻ വീണ്ടും വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേരളത്തിലെ പ്രബുദ്ധരായ ജനത അതിനെതിരെ അതിശക്തമായി നീങ്ങി. അത് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹമാണ്, ഭാരതകേസരി മന്നത്വനാവിന്റെ അനുഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ പിതാക്കന്മാരുടെ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി ഈ മണ്ണിനെ സ്നേഹിച്ച ഇവിടത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തിയ ക്രിസ്ത്യൻ മുസ്ലിം സാമൂഹിക നേതാക്കളുടെ അടക്കമുള്ള നന്മയാണ്. കാരണം നമ്മുടെ മക്കളും കൊച്ചുമക്കളും ജീവിക്കാനുള്ള സ്ഥലമാണ്. ആരുടെയെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും വർഗീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ നാടിനെ ഇല്ലാതാക്കാൻ ഒരു കാരണവശാലും ഒരിക്കലും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും, നമ്മളൊക്കെ ഇല്ലാതാവും, പക്ഷെ നമ്മുടെ മക്കളും കൊച്ചുമക്കളും വർഗീയ കലാപങ്ങളുള്ള ഒരു നാട്ടിൽ ജീവിക്കരുത്. ബുൾഡോസറുകൾ പോയി ഏതെങ്കിലും അന്യ സമുദായക്കാരന്റെ നെഞ്ചിൽ പോയി കയറുന്നത് ജീവിക്കരുത്. ഏതെങ്കിലും പരസ്പര കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ കൊല്ലാൻ നടക്കുന്ന നാട്ടിൽ ജീവിക്കരുത്. ആ ശ്രീനാരായണ ഗുരുദേവന്റെ നന്മയുടെ, ഭാരതകേസരി മന്നത്വനാഭന്റെ, നമ്മളുടെ തങ്ങൾമാരുടെ പാരമ്പര്യത്തിന്റെ, ക്രിസ്തീയ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ നന്മയുള്ള ഒരു ദൈവരാജ്യവും സ്വർഗരാജ്യവും സ്വപ്നരാജ്യവും നമുക്ക് ഉണ്ടാകട്ടെ. ഗാന്ധിജി ഉണ്ടാകട്ടെ.